നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തേർ അനഭ്യർത്ഥിതാനപി അർദ്ധാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇദ്ധം നിശേഷലഭ്യോ നിരവധികഫലഃ പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥം അർത്ഥി പ്രചോയം. ഈ ശ്ലോകത്തിലൂടെ ആചാര്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മറ്റു ദേവന്മാരെ ഭജിക്കുന്ന ആളുകളെ പറ്റിയാണ്. ഇങ്ങനെ പറയുന്നു: അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് സദാ അങ്ങേ നമിക്കുന്ന ഭക്തന്മാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ അഭീഷ്ടങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഭക്തന് ചിലപ്പോൾ ആവശ്യപ്പെടാതെ തന്നെ അർത്ഥകാമങ്ങൾ കൊടുക്കുന്നു, കൂടാതെ മോക്ഷവും നൽകുന്നു. ഇപ്രകാരം അങ്ങ് എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടാവുന്നതും നിറയെ ഫലങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ കൽപ്പവൃക്ഷമാകുന്നു. അങ്ങ് സർവാഭീഷ്ടദായകനായ ഭക്തപ്രിയനാണ്. എന്നാൽ ക്ഷുദ്രബുദ്ധികളായ മനുഷ്യർ അങ്ങേ അറിയാൻ ശ്രമിക്കാതെ നന്ദനോദ്യാനത്തിലെ ആ മരത്തെ തേടിപ്പോകുന്നു. കഷ്ടം തന്നെ. കൽപ്പവൃക്ഷത്തെ അറിയാതെ അവർ സുദ്രുമമായ ഇന്ദ്രൻ്റെ പാരിജാതത്തെ തേടുന്നത് കണ്ടാൽ കഷ്ടതരം തന്നെ. മറ്റു ദേവന്മാരെ ഭജിക്കുന്നതുകൊണ്ട് അഭീഷ്ടം സാധിക്കും, പക്ഷേ സംസാര മോചനമുണ്ടാകുന്ന മോക്ഷം ലഭിക്കുകയില്ല. അത് കിട്ടണമെങ്കിൽ വിഷ്ണു ഭഗവാനെ തന്നെ ഭജിക്കണം. വിഷ്ണുവാണ് മോക്ഷദായകൻ. വിഷ്ണു ഭക്തർക്ക് അർത്ഥ കാമങ്ങളും ഭുക്തി മുക്തിയും പ്രദാനം ചെയ്യുന്ന ദേവനാണ്. ആ ദേവനെ ഭജിക്കുകയാണ് ഉത്തമം. അതുകൊണ്ടാണ് മേൽപ്പത്തൂർ വിഷ്ണുദേവനായ കൃഷ്ണനെ ആശ്രയിച്ചതും. ഭഗവാൻ അജനായി സൃഷ്ടികർമ്മം നടത്തുന്നതുകൊണ്ട് ജീവികൾ ഭൂമിയിൽ സുഖമായി കഴിയുന്നു. ഗുരുവായൂരിൽ ഭഗവാൻ പൂർണ്ണനാണ്. പുണ്യപൂരകനായി ഭഗവാൻ അവിടെ നമ്മളെ കാത്ത് ഓടിവാ മക്കളെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ തിരുസന്നിധിയിൽ ചെന്ന് നമ്മുടെ ദുരിതങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ കഷ്ടങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ എല്ലാം ഏറ്റുപറഞ്ഞ് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ച് കുറേ മഞ്ചാടിക്കുരുവും വാരി ഭഗവാനോട് പറയുക: ഇനിയും വരാൻ കണ്ണാ, അപ്പോൾ എൻ്റെ കൂടെ നീയും വരണം കേട്ടോ എന്ന് പ്രാർത്ഥിച്ച് മടങ്ങിയാൽ പൂർവജന്മ സുഹൃതങ്ങൾ അതിൻ്റെ ഫലമായിട്ടേ അതിങ്ങൾ നടക്കുകയുള്ളൂ. ദുഷ്കൃതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകും. ഭഗവാനെ ശരണം പ്രാപിക്കുക. ഓം നമോ നാരായണായ.